പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ശ്ലീഹാകാലത്തിന്റെ 5-ാമത്തെ ഞായറാഴ്ചയാണിന്ന്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ പ്രത്യേകമായി നമ്മൾ ഈ ശ്ലീഹാകാലത്തിൽ അനുസ്മരിക്കുന്നു. ഈ ഞായറാഴ്ച ദിവസം, കർത്താവിന്റെ ദിവസം, സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തിജീവിതങ്ങളിലും നമ്മുടെ സമൂഹത്തിലും എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദിനം നമുക്ക് ഉചിതമായി ആചരിക്കാം. ഇന്ന് ഈ ശ്ലീഹാകാലത്തിന്റെ 5-ാമത്തെ ഞായറാഴ്ചയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഈ അവസരത്തിൽ പീഡകളിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് ധൈര്യം നൽകുന്ന, നമ്മളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിനെ കുറിച്ചാണ്, പ്രവർത്തനങ്ങളെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നതും ധ്യാനിക്കുന്നതും. ഈശോ പീഡകൾ വരാനിരിക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അതിൽ ധൈര്യത്തോടെ നിൽക്കാൻ, ആരെയും ഭയപ്പെടാതെ നല്ല മനസ്സോടുകൂടി, ഉണർവുള്ള ധൈര്യമുള്ള മനസ്സോടുകൂടി നിൽക്കാൻ ശിഷ്യന്മാർക്ക് ഓർമ്മപ്പെടുത്തൽ നൽകുന്ന തിരുവചന ഭാഗമാണിത്. ആശ്ചര്യപ്പെടുത്തുന്ന ഒരു പ്രസ്താവന ഈശോയിലും നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ഈശോ പറയുന്നു, നിങ്ങൾ ചില മൃഗങ്ങളെ കണ്ടുപഠിക്കുവാൻ, സർപ്പത്തെ പോലെ നിങ്ങൾക്ക് വിവേകമുണ്ടാകട്ടെ, പ്രാവുകളെ പോലെ നിങ്ങൾക്ക് നിഷ്കളങ്കത ഉണ്ടാകട്ടെ. അവയെ കണ്ടുപഠിക്കാൻ പറയുന്നു. ഉടനെ അടുത്ത വാക്യത്തിൽ ഈശോ പറയുന്നത്, എന്നാൽ നിങ്ങൾ മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. സാധാരണ മനുഷ്യരെ വിശ്വസിക്കാനും മൃഗങ്ങളെ ആട്ടിപ്പായിക്കാനും പറയേണ്ടിടത്ത് ഈശോ പറയുന്നത് തിരിച്ചാണ്. നിങ്ങൾ സർപ്പത്തെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുക, അവരെ കണ്ടുപഠിക്കുക, അല്ലെങ്കിൽ അവരിലുള്ള ആ നല്ല ഗുണങ്ങൾ നിങ്ങൾ അനുകരിക്കുക, അതോടൊപ്പം മനുഷ്യരെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുകയും ചെയ്യുക. എനിക്ക് തോന്നുന്നു ഇന്നും ഏറെ പ്രസക്തമായ ഒരു ചിന്തയാണ് ഈശോ ഇവിടെ പങ്കുവയ്ക്കുന്നത്. മറ്റുള്ളവരെ കൈകാര്യം ചെയ്യുന്നതിൽ, ഈ ലോകത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ നമുക്ക് സർപ്പത്തിൻ്റെതുപോലെ വിവേകമുണ്ടാകണമെന്നും, എന്നാൽ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരായിരിക്കണമെന്നും ഈശോ ഓർമ്മിപ്പിക്കുന്നു. ഒരുപക്ഷെ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ചിന്തകളാണ് ഈ സർപ്പവും പ്രാവും നമുക്ക് ഒരേ സമയം തരുന്നത്. സർപ്പം ഭൂമിയുടെ പ്രതീകമാണ്, മണ്ണിൽ ഇഴഞ്ഞ് നടക്കുന്ന, ഭൂമിയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു ജീവി. അതേസമയം പ്രാവ് അങ്ങനെയല്ല. പ്രാവ് സർപ്പത്തിനെ പോലെ അല്ലാതെ ബലിപീഠത്തിൽ കൂടുവയ്ക്കുന്നതാണ്, ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബലിപീഠത്തിന്റെ ചിന്ത, സ്വർഗത്തിനും ഭൂമിക്കും അതതിൻ്റെതായ അർഹിക്കുന്ന ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊടുക്കാൻ സാധിക്കണം, പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിക്കണം, അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ സാധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. സർപ്പത്തിന്റെ വിവേകം എന്ന് പറയുന്നത് ഒരുപക്ഷെ കേട്ടിട്ടുള്ളത് പോലെ അപകട സാധ്യതകൾ മുൻകൂട്ടി കണ്ട് അതിനെ ഒഴിവാക്കാനുള്ള ഒരു ശ്രദ്ധയാണ്. പ്രാവുകൾ അതിനെ കൊല്ലാൻ പിടിച്ചാൽ പോലും അത് ഉപദ്രവിക്കാതെ അങ്ങേയറ്റം ശാന്തതയോടെ നിൽക്കുന്ന നിഷ്കളങ്കതയുടെ പ്രതീകമായും ഈശോ അവതരിപ്പിക്കുന്നു. ഈശോ തുടർന്ന് പറയുന്നു, നിങ്ങൾ വിജാതീയരുടെ മുമ്പിൽ, ഭരണകർത്താക്കളുടെ മുമ്പിൽ സാക്ഷ്യം നൽകാനായി നിൽക്കേണ്ടി വരും. സ്വന്തം ജീവൻ പോകുന്നിടത്ത് പോലും ഈശോ പറയുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ദൈവാത്മാവ്, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ഞാൻ അശക്തനാകുന്നിടത്ത് ദൈവം എനിക്ക് വേണ്ടി സംസാരിക്കും, പ്രവർത്തിക്കുമെന്നാണ് ഈശോ പറയുന്നത്. നിങ്ങൾക്ക് സംസാരിക്കാൻ ഒന്നും കിട്ടാത്തപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമെന്ന് പറയും. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും കിട്ടുന്ന വലിയ ദൈവ അനുഭവത്തെക്കുറിച്ച് ഈശോ പറയുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ദൈവാത്മാവ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും, പ്രവർത്തിക്കും. ദൈവവിശ്വാസത്തിനു വേണ്ടി നിൽക്കുന്നവരുടെ കൂടെ വിശ്വസ്തയോടെ ദൈവവും നിൽക്കുമെന്ന് ഈശോ ഇവിടെ പറയുകയാണ്. മൂന്നാമതായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈ വചനഭാഗത്ത് ഈശോ ആവർത്തിക്കുന്ന ഒരു വാക്ക് ഭയപ്പെടേണ്ട എന്നതാണ്. തിരിച്ചു കിട്ടാത്ത രീതിയിലുള്ള നഷ്ടത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് നമുക്ക് സാധാരണ രീതിയിൽ ഭയം ഉണ്ടാകുന്നത്. എന്നാൽ എന്ത് നഷ്ടപ്പെട്ടാലും എന്തും തിരിച്ചു തരാൻ കഴിവുള്ള ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന, മനസ്സിൽ കരുതുന്ന ഒരാൾക്ക് ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ ആവർത്തിക്കുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. വിജാതിയരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് പീഡകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ മനുഷ്യരെ അല്ലെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ ഭയപ്പെടേണ്ട.
നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണോ, ഏത് കാര്യമാണോ നിങ്ങളെ പേടിപ്പിക്കുന്നത്, അതും അതിൻ്റെ അപ്പുറവും നിങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിവുള്ള ഒരു ദൈവം കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ജോബ് ഭയപ്പെടാതിരുന്നതിന് കാരണം താൻ നീതിമാനായി ദൈവത്തോട് ചേർന്ന് നിന്നതുകൊണ്ട് ദൈവം തൻ്റെ കൂടെ ഉണ്ട്, എല്ലാം തിരിച്ചു തരുമെന്ന ഒരു ബോധ്യത്തിലായിരുന്നു. നമുക്ക് എപ്പോഴും ദൈവം കൂടെ ഉണ്ട് എന്ന ആ ബോധ്യത്തിന്റെ ഉറപ്പിൽ ജീവിക്കാൻ ഉള്ള അനുഗ്രഹം കിട്ടാനായി പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ അനുഗ്രഹീത ദിവസം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളെ ഭയപ്പെടുത്തുന്ന അനേകം കാര്യങ്ങൾ, ഒരുപക്ഷെ അത് നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടില്ലല്ലോ എന്നുള്ള ഭയം, അത് ഞങ്ങളുടെ നല്ല ഇമേജിനെ കുറിച്ചുള്ള ചിന്തയാവാം, ഞങ്ങൾക്കുള്ള ആരോഗ്യമാവാം, സമയമാവാം, ഞങ്ങളുടെ മറ്റ് ഭൗതികമായ കാര്യങ്ങളാവാം. പക്ഷെ എല്ലാത്തിൻ്റെയും സൃഷ്ടാവായ, എല്ലാം തരുന്നവനായ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തും തിരിച്ചു തരാനും എന്തും പഴയതിനേക്കാളും മെച്ചമാക്കാനും ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള വലിയ ബോധ്യമുള്ളിൽ ഞങ്ങൾക്ക് തരണമേ. അങ്ങനെ ആ ദൈവത്തെ കൂട്ടുപിടിച്ച് ശാന്തമായി പ്രാവുകളെ പോലെ നിഷ്കളങ്കതയോടെ, സർപ്പത്തെ പോലെ വിവേകത്തിൽ ജീവിച്ച് അങ്ങേക്ക് പ്രിയപ്പെട്ടവരായി എന്നുമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.